ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ അധികാരമുള്ളേശുവിൻ്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അധികാരമുള്ളേശുവിൻ്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൻ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൻ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 66 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതിന് ശേഷം കേട്ട വചനങ്ങൾ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളായിരിക്കാം. കാരണം നമ്മൾ വലയിലകപ്പെടുകയും മുതുകത്ത് വലിയൊരു ഭാരം ഇരിക്കുകയും മനുഷ്യർ നമ്മുടെ തലമേൽ കയറി ഓടുമാറാകുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതിൻ്റെ അകത്ത് 3 സെന്റൻസ് ഭയങ്കരമാണ്. 1, ജീവനോടെ കാക്കും. കാല് വഴുതുവാൻ സമ്മതിക്കത്തില്ല. 3, സമൃദ്ധിയിലേക്ക് നടത്തും. ഇതൊരു ഉറപ്പാട്ടോ. നിന്നെ അവൻ കാക്കും, ജീവനോടെ കാക്കും. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നിന്റെ മുമ്പിലുള്ളത്, ജീവനോടെ കാക്കും. നീ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. മറ്റു വ്യക്തികൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ നിനക്കുണ്ടാകാം. എന്താ ഇതെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. ദൈവം പരിശോധിക്കുക. നിന്റെ അകത്തൊക്കെ സ്നേഹമുണ്ടോ? വിശ്വാസം നിന്റെ അകത്തുണ്ടോ? കുറെ നാളുകളായി കുറെ പരിശോധനകളിലൂടെ അല്ലേ കടന്നു പോകുന്നേ. കർത്താവ് എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? ഒരു ടെസ്റ്റാണ്. അടുത്തതിലേക്ക് ഒരു പ്രമോഷന് വേണ്ടി കർത്താവ് പരിശോധിക്കുക. വെറുതെ സംസാരിക്കുകയാണോ? വെറുതെ ആരാധിക്കുകയാണോ? നിന്റെ അകത്ത് ആത്മാർത്ഥതയുണ്ടോ? സ്നേഹമുണ്ടോ? ആമേൻ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നിന്റെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അത് നിന്നെ തകർത്ത് കളയത്തില്ല, സമൃദ്ധിയിലേക്ക് നയിക്കും. ജീവിതത്തിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? താഴേക്കല്ല, സമൃദ്ധിയിലേക്ക്. ഇയ്യോബിനെ നേരിട്ട ആ വലിയ പ്രതിസന്ധി എല്ലാം നഷ്ടപ്പെട്ടില്ലേ? പക്ഷേ ലാസ്റ്റ് അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ സമൃദ്ധിയാണ്. ജോസഫിന്റെ ലൈഫിൽ കണ്ടില്ലേ എന്ത് പ്രതിസന്ധിയാ? ലാസ്റ്റ് സമൃദ്ധിയാണ്. അബ്രഹാമിന്റെ ലൈഫ് ലാസ്റ്റ് സമൃദ്ധിയാണ്. ഞാൻ എന്നും പറയുന്ന വാക്ക്, ജീവിതം അവസാനിക്കുമ്പോൾ കർത്താവിനെ നോക്കി പറയാൻ ഒറ്റ വാക്കേ കാണത്തുള്ളൂ, താങ്ക്സ് ലോർഡ്. എല്ലാം നീ നന്നായി ചെയ്യും. ഇന്നൊത്തിരി പ്രശ്നങ്ങളും ഒക്കെ നിനക്കുണ്ടാകാം. മനുഷ്യനെയൊക്കെ നിന്റെ തലമേൽ കയറി ഓടുന്നുണ്ടാകാം. അയ്യോ, ഈ വ്യക്തിയൊക്കെ ഞാൻ എന്തായാലും സ്നേഹിച്ച, എന്നിട്ട് ഈ വ്യക്തി എന്നെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നാം. സാരമില്ല. ഞാനിത് പറയുമ്പോൾ ഒത്തിരി സ്നേഹിച്ച ചിലരിൽ നിന്ന് നേരിട്ട ചില വേദനകളും ഭാരങ്ങളും നിമിത്തം ഒത്തിരി തളർന്നു പോയ ചിലരുണ്ട്. ആമേൻ. സാരമില്ല, ഈ കാലമൊക്കെ തിരിയും. ദാവീദ് ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്, നീ ഇപ്പൊ ശപിച്ചോ, അങ്ങനത്തെ ഒരു കാലമാണ്, പക്ഷെ ഈ കാലം തിരിയും.
അടുത്തൊരു നാള് നിനക്ക് വരുന്നുണ്ട്, സമൃദ്ധിയിലേക്ക് നടത്തുന്നൊരു കാലം. ആമേൻ. അത് കാണും വരെ ജീവനോടെ കാക്കും നിന്നെ. നിന്റെ കാല് എഴുതാൻ അവർ സമ്മതിക്കത്തില്ല. ആമേൻ. പലരും പറയുന്നുണ്ട് അവൻ തകർന്നു പോകുന്നു. നോ. ആ കുടുംബം നമുക്ക് നോക്കാം. നോ, ഒന്നും നോക്കാനില്ല. അത്ഭുതമാകാൻ കർത്താവ് സഹായിക്കും. ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും വേണ്ടി ദൈവം നിങ്ങളെ കാക്കും. നിങ്ങൾ വഴുതാതെ സൂക്ഷിക്കപ്പെടും, സമൃദ്ധിയിലേക്ക് നടത്തും എന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു. യെസ്, ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ കാക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയും. കർത്താവ്, ഞങ്ങളെ കാത്ത് പരിപാലിച്ച് കാൽ വഴുതുവാൻ സമ്മതിക്കാതെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം നന്മയാക്കി മാറ്റി ഞങ്ങളൊരു സമൃദ്ധമായ ഒരു ജീവനിലേക്ക് അങ്ങ് നയിക്കാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രോമിസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരികയാണ്. ജീവനോടെ കാക്കപ്പെടും, കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല, സമൃദ്ധിയിലേക്ക് നടത്തപ്പെടും. അപ്പാ, ഈ വചനം അവർക്ക് കൊടുക്കുന്നു. ജീവനോടെ കാക്കണേ, എല്ലാ നടത്തുന്ന കാക്കണേ, കാൽ വഴുതരുതേ, സമൃദ്ധിയിലേക്ക് നടത്തണമേ. ഞങ്ങൾ കുടുംബമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കാം. ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നോണം. എന്നെ കാക്കും, വഴുതാൻ അനുവദിക്കത്തില്ല, സമൃദ്ധിയിലേക്ക് നടത്തപ്പെടും. ഗോഡ് ബ്ലസ് യു. ഷാലോം.